കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്ത കണ്ടു. ഒരു മുൻ മന്ത്രി MLA, എത്രയോ വർഷങ്ങളായിട്ടും മന്ത്രിയും MLA ഒക്കെ ഒരു ഡോക്ടറാണ്, ജപ്തിയിലേക്ക് നീങ്ങി എന്നുള്ളത്. വീട് ജപ്തിയിലേക്ക് നീങ്ങുമെങ്കിൽ നമുക്കറിയാം ഒരുപാട് കടങ്ങളുണ്ടാവും. പലപ്പോഴും നമ്മൾ പുറത്ത് കാണുന്ന ഒരവസ്ഥയല്ല പലരുടെയും അവരുടെ ഫൈനാൻഷ്യൽ ലൈഫിൻ്റെ റിയൽ വശത്തേക്ക് പോയാലെന്നുള്ളതാണ്. ഇതുപോലെ ജപ്തിയായ ഈ അടുത്തൊരു ഡോക്ടർ മരിച്ചു. വലിയ ഡോക്ടറാണ്, ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റിയത് അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതുപോലത്തെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അറിയുന്നൊരു, പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ച് പോകാറുണ്ട്, ഈ കാണുന്നതൊന്നും ആയിരിക്കില്ല വസ്തുത. പല കോടീശ്വരന്മാരെന്ന് പറയുന്നവർ അതിദാരിദ്ര്യത്തിൻ്റെ വഴിയിൽ ലോണൊക്കെ എടുത്ത് കടങ്ങളിൽ അതിദാരിദ്ര്യത്തിലും താഴെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അത്തരമൊരവസ്ഥയിലേക്കാണെന്നുള്ളത്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എല്ലാ രാഷ്ട്രീയക്കാരും കുറേ അങ്ങ് ഉണ്ടാക്കുന്നു. ഒരിക്കലുമില്ല. വളരെ കുറച്ച് പേർക്കേ ആ ഒരു ടെക്നിക്ക് അറിയുള്ളൂ. കാരണം ഒരു രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അതിലേക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവർക്ക് അതിൻ്റേതായ ഒരു ഹെൽപ്പ് കൊടുക്കേണ്ടി വരും. അതൊക്കെ അവരെ കയ്യിൽ നിന്നാണ് എടുത്ത് കൊടുക്കേണ്ടത്. അവസാനം അതൊന്നും കൊടുക്കാതിരിക്കാനും അവർക്ക് പറ്റില്ല. കാരണം അതിൻ്റെ ഒരു ബന്ധം അതാണ്. ഒരു രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. ഓരോ വീട്ടിലും ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മളൊരു വേണ്ടപ്പെട്ടവർക്കൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മളവർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരില്ലേ? അതേ ഒരു അവസ്ഥയാണ് ഒരു രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് വരുന്ന പിരിവുകൾ, അവർ വരുന്ന വാട്സപ്പ് വരുന്ന QR കോഡുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില്ലറായിരിക്കില്ല, ഒരുപാടായിരിക്കും. കാരണം അവരൊരു വിശാലമായൊരു ലോകത്തെ ഒരു രക്ഷാകർത്താക്കളാണ്. മനസ്സിലായില്ലേ? അതുപോലത്തെ ഒരു സാഹചര്യമാണ്. എനിക്ക് പെട്ടെന്ന് MK മുനീർ സാഹിബിൻ്റെ ഇതൊന്ന് കേട്ടപ്പം എനിക്ക് പെട്ടെന്ന് ഓടിയത് ഇടവണ്ണ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന വൈസ് പ്രസിഡൻ്റ് ഒരാൾ മരിച്ചപ്പോൾ ഒരവസ്ഥയാണ്. അവർ മരിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ. എന്താണ്? ഒരുപാട് കടങ്ങളായിരുന്നു. അവസാനം ഇവിടുത്തെ MLA ആണ് അത് ആൾക്കാരിന് തിരിച്ചിട്ട് അത് സോൾവ് ആക്കിയത്. കാരണം എന്താ MLA മാത്രമാണെന്ന് അറിയില്ല, ഇനി എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. ഒരു വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് രാഷ്ട്രീയം പറയുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ ആൾക്കാർക്ക് ഇനി ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാം? നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരുപാട് അനാവശ്യ ചിലവുകളുണ്ട്, മറ്റുള്ളവർക്ക് ബാധ്യതയാവുന്ന ചിലവുകളുണ്ട്. പലപ്പോഴും കഴിഞ്ഞ ദിവസം ഒരാൾ പറയണ്ടായി, പള്ളിക്കൊന്നും പോകാൻ പറ്റില്ല, അവിടെ ചെന്നാൽ പിരിവാണ്. പള്ളിക്ക് ചെല്ലുന്നത് നമ്മളെന്തിനാ? ഒരു ആത്മീയ ശുദ്ധി വരുത്താൻ. ഒരിക്കലും ഒരാളോട് കമ്പൽ ചെയ്ത് പിരിവ് വാങ്ങുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അവർക്കിഷ്ടമുള്ളത് അവർ തന്നോട്ടെ. ഇങ്ങനെയൊക്കെ തരുന്നു എന്നുള്ളൊരു നിബന്ധന വെക്കാം. കമ്പൽ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ആൾക്കാരെ ആ ഒരു നല്ല അനുഗ്രഹീതമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പിൽ തടയുന്നൊരവസ്ഥ ഉണ്ടാകാം. അതുപോലെ കല്യാണ വീടുകൾ ഭയങ്കര ചിലവായിരിക്കും. ഒരാൾ ആയുഷ്കാലം അധ്വാനിച്ച പണം പോലും ചിലവാക്കി കഴിഞ്ഞാൽ ഒരു കല്യാണത്തിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പല രക്ഷിതാക്കൾക്കുള്ളത്. അതിനൊക്കെ ലിമിറ്റേഷൻ വരുത്തണം. അതിനൊക്കെ ഒരു കോമൺ പ്ലാറ്റ്ഫോം, അതിനൊക്കെ ഒരു കോമൺ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വിവാഹത്തിന് അവർ 2 മാസത്തെ എക്സ്പെൻസ് ചിലവാക്കണം. ഓക്കെ, നമുക്കത് ഓക്കെയാണ്. 2 മാസം 3 മാസത്തോ ആയിക്കോട്ടെ, നമ്മളൊരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കടത്തിൽ മുങ്ങിയൊരു ജനതയായിട്ട് മാറും. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യമാണെങ്കിലും എപ്പോഴും കുട്ടികളൊക്കെ സെൽഫായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം. തീരെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് പല രക്ഷിതാക്കൾക്കുള്ളത്. അവർക്ക് തലയിൽ കയറാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വലിയൊരു ബാധ്യതകൾ. ഇന്ന് കടങ്ങളില്ലാത്തൊരു മനുഷ്യൻ ഇല്ലാത്തൊരു നാടായിട്ട് നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ അറുതി വരുത്തണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഇതുപോലെ ലക്ഷറിയസ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ലഘൂകരിക്കാനുള്ള നടപടികൾ നമ്മുടെ ഇനി ഏത് ഗവൺമെൻറ്റുകൾ വന്നാലും അവരിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിലൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി നമുക്കല്ല വേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഓക്കെ.